ഗുഡ് മോർണിംഗ്. അപ്പം നമുക്കിന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. എന്തുവാന്ന് പറഞ്ഞാൽ ഞാൻ പോസ്റ്റൊക്കെ ഇട്ടേക്കുന്ന നിങ്ങളെല്ലാവരും കണ്ടാണല്ലോ. ഇന്ന് എൻ്റെ കുഞ്ഞാവയുടെ 4ാമത്തെ ബർത്ത്ഡേ ആണ്, 4th ബർത്ത്ഡേ. അപ്പം നമ്മൾ 3 ബർത്ത്ഡേ ആഘോഷിച്ചത് ഫംഗ്ഷനൊക്കെ വെച്ച് നല്ല ഗ്രാൻഡായിട്ടായിരുന്നു. ഞാൻ നോക്കട്ടെ ഫോട്ടോ, എല്ലാത്തിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കാം. അപ്പം ഇനിയാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് പരിപാടികളെല്ലാം നിർത്തി സ്റ്റോപ്പ് ചെയ്ത് അവൾക്ക് അറിവായതുകൊണ്ട് അപ്പം നമ്മളിനി വിചാരിച്ചേക്കുന്നത് അവൾക്കിപ്പോൾ അറിവായി, അവൾക്ക് കാര്യങ്ങൾ ഓരോന്ന് നമ്മളോട് ചോദിച്ച് വാങ്ങിക്കാൻ തുടങ്ങി. അപ്പം നമ്മുടെ സന്തോഷത്തിനായിരുന്നു ഈ 3 വർഷം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ, പരിപാടി വെക്കുന്നു, എല്ലാവരും വിളിക്കുന്നു, എല്ലാവരും വരുന്നു. അപ്പം ഈ 3 വർഷം നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റുന്ന എന്തുവാണോ അത് അങ്ങനെ ചെയ്തായിരുന്നു. ഇപ്പം ഇപ്രാവശ്യം മുതൽ അവൾ ചോദിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ അവൾക്ക് സർപ്രൈസായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആ ഒരു സന്തോഷം. അപ്പം ഞങ്ങൾ വിചാരിച്ചേക്കുന്നത് ഈ പ്രാവശ്യം അവൾ കുറേ ദിവസം കൊണ്ട്, കുറേ നാൾ കൊണ്ട് ഒരു കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പം ബർത്ത്ഡേക്ക് വാങ്ങിച്ച് തരാം എന്ന് അവളോട് പറഞ്ഞപ്പോൾ അവൾ ഓക്കെ അത് മതി, അവൾക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇപ്പം തന്നെ വേണമെന്ന്, ബർത്ത്ഡേക്ക് വാങ്ങിച്ചു തരാൻ മോനെ എന്ന് പറഞ്ഞപ്പം ഓക്കെ അത് മതിയെന്ന് അവൾ സമ്മതിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ബർത്ത്ഡേക്ക് അവൾക്ക് ആ സംഭവം ഗിഫ്റ്റ് കൊടുക്കാൻ പോയി. ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഇന്നലെ വൈകുന്നേരത്ത് അവളും വലിയച്ഛനും കൂടെ ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഈ റൂമിനകത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ റൂം അടച്ചിട്ടേക്കും. അവൾ വന്നാൽ ഓടി ഇതിനകത്തിലോട്ടാണ് കയറുന്ന ഡ്രസ്സ് മാറാൻ വേണ്ടി. പക്ഷേ ഇത് അടച്ചിട്ടേക്കാം. ഇതിനകത്തിലോട്ട് ഇന്നലെ കയറ്റിയതേ ഇല്ല. ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം വന്ന വഴിക്ക് ആഹാരം കഴിച്ചേച്ച് കയറി കിടന്ന് ഉറങ്ങുകയില്ല. അപ്പം ഇന്ന് രാവിലെ നമുക്ക് ഉറക്കം എഴുന്നേൽപ്പിച്ച് ഇത് കൊണ്ടൊന്ന് കാണിക്കുമ്പം അവിടെ സന്തോഷം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇനി മുതൽ അങ്ങോട്ട് ഞങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം. അവിടെ സന്തോഷം, ഇത്രയും നാൾ ഞങ്ങളുടെ സന്തോഷത്തിന്, 3 വർഷം ഞങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങൾ സെലിബ്രേഷൻ ചെയ്തു. അപ്പോൾ ഈ പ്രാവശ്യം അവിടെ സന്തോഷത്തിന്, അതായത് അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അവൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ, അവൾ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കൂട്ടത്തിൽ ഒരു സന്തോഷങ്ങളുണ്ട്, അതുകൂടെ പറയാതിരിക്കാൻ വയ്യ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്, അതായത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, ഞങ്ങളുടെ 5ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. രണ്ടും ഒരു ദിവസമാണ്. അതിന് കുറേ കഥകളുണ്ട്. അതിന് ഞാൻ പ്രത്യേക ഒരു സ്റ്റോറി ആയിട്ടിടാം, നിങ്ങൾ ചോദിച്ചാൽ മതി. ഞങ്ങളുടെ ഈ വെഡിങ് ആനിവേഴ്സറി ഇപ്പോൾ എല്ലാവർക്കും ഡൗട്ട് കാണും, ഈ വെഡിങ് ആനിവേഴ്സറിയും മോളുടെ ബർത്ത്ഡേ രണ്ടും ഒരു ദിവസം എങ്ങനെ വന്നു എന്നുള്ളത്. എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, ഞങ്ങൾക്ക് കിട്ടി, ഒരു ദിവസം കിട്ടി. അപ്പം ഞങ്ങൾക്ക് ഇന്ന് ഡബിൾ സന്തോഷമാണ്. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഇന്ന് ആഘോഷിക്കാൻ പറ്റും, കുഞ്ഞാവിടെ ബർത്ത്ഡേ ഇന്ന് ആഘോഷിക്കാൻ പറ്റും. രണ്ടിനും കൂടെ ഒരു കേക്ക് മതി ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾ ഡ്രസ്സ് എല്ലാം നമുക്ക് അവൾക്ക് ചെയ്യുമ്പോൾ നമുക്കും ആ കൂട്ടത്തിലെല്ലാം ചെയ്യാനും പറ്റും. ജീവിതാവസാനം വരെയും അവിടെ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിക്കും. ഞങ്ങൾ രണ്ടാളും ജീവനോടുള്ള കാലം വരെയും അവിടെ ബർത്ത്ഡേ ഞങ്ങൾ ഓർത്തിരിക്കും. ഒരു കേക്കെങ്കിലും മുറിക്കാതിരിക്കത്തില്ല. അപ്പോൾ ആ ജീവിതാവസാനം വരെയും ഞങ്ങളുടെ ആനിവേഴ്സറി ഞങ്ങൾ മറക്കാതെ ഓർത്തിരിക്കും. ഞങ്ങൾ രണ്ടാളും ഓർത്തിരിക്കും, അവളും ഓർത്തിരിക്കും. നമുക്ക് ഒരുക്കി വെച്ചേക്കുന്ന സർപ്രൈസ് എന്താ നമുക്ക് കാണാം. ആദ്യം നമുക്ക് അവളെ പോയി വിളിച്ചോണ്ട് വരാം. നല്ല ഉറക്കവാ, നമുക്കൊന്ന് വിളിച്ചു നോക്കാവേ. കുഞ്ഞാ, ഗുഡ് മോർണിംഗ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗുഡ് മോർണിംഗ്. നാളച്ചി ഉറക്കമായിരുന്നു. ആ ഒരു സർപ്രൈസ് ഉണ്ട്, കാണിച്ചു തരട്ടെ അമ്മ. എടുക്ക്. കുഞ്ഞാവിക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് എന്തുവാന്ന് ചോദ്യര്. കുഞ്ഞാവ ഇഷ്ടപ്പെടുന്നൊരു സാധനമാ, കാണിച്ചു തരട്ടെ. ഇങ്ങോട്ട് നോക്ക്. പല്ലൊന്നും തേക്കണ്ടായോ? അമ്പലത്തിൽ പോണ്ടായോ? ഒന്ന് നമുക്ക് സർപ്രൈസ് ഒക്കെ കണ്ട് പല്ലൊക്കെ തേച്ച് കുളിച്ച് അമ്പലത്തിൽ പോയിട്ട് വരാം കേട്ടോ. എന്നാ നമുക്ക് എന്തുവാന്ന് കണ്ടിട്ട് വരാം. നേരെ നടക്കൂ. ഞാൻ എന്തോ കുഞ്ഞാവേ? അയ്യോ, എന്നിട്ട് നീ പേടിച്ചു മാറിയിരിക്കുന്ന എന്താ? എന്തേലും ഒന്ന് പറ. ആ സൈക്കിൾ അല്ല, അത് കാറാ. ഇത് എപ്പ മേടിച്ച്? അച്ചായിക്ക് മാത്രമേ ഉള്ളൂ ഉമ്മ. അത് ശരി, അമ്മച്ചി ഇത് വാങ്ങിച്ചു വെച്ചത്. അമ്മച്ചിക്കില്ലയോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ? കൊള്ളാവോ? കേറിയിരുന്നാൽ എങ്ങനെ? അതിന്റെ പുറകിൽ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്ക്. പുറകിലിരിക്കുന്ന എന്താന്ന് നോക്കേ. പുറകിലിരിക്കുന്നത് അതെന്തോ? അത് അല്ല, ഈ ഇരിക്കുന്നത് കുഞ്ഞാവയ്ക്ക് ഉടുപ്പ്.
ആ ഇത് സർപ്രൈസ് ഒന്നും അല്ല കേട്ടോ. ഈ ഉടുപ്പ് ഞങ്ങൾ അവളെയും കൂടെ കൊണ്ടുപോയി. ഞങ്ങൾ 3 വാങ്ങിച്ചായിരുന്നേ. 3 വാങ്ങിച്ചാൽ 1 അവളെ കൊണ്ടുവന്നപ്പോ തന്നെ എന്താ ഇത്? അമ്മ പൊട്ടിച്ചേര. ഇതെന്താ ഇത്? അച്ഛ വന്ന് നമുക്ക് എന്താന്ന് നോക്കാം കേട്ടോ. അമ്മച്ചിയും കണ്ടില്ല ഇത്. ഇതിങ്ങനെ അമ്മച്ചി കുളിക്കാൻ പോയ തക്കത്തിന് പൊതിഞ്ഞു വെച്ചതാ. ഞാൻ കുളിക്കാൻ പോയ സമയത്ത് ഇത് പൊതിഞ്ഞു വെച്ചു. ഇത് എന്താന്ന് എന്നെയും കാണിച്ചിട്ടില്ല കേട്ടോ. പൊതിഞ്ഞു കഴിഞ്ഞിട്ടാ എന്നെ കാണിച്ച ഒരു ഗിഫ്റ്റ് ആണ്. അടിപൊളി നക്ഷത്രയുടെ സൂട്ട് കേസ്. അമ്മച്ചി എന്തിനാ അച്ഛാ തന്ന ഗിഫ്റ്റ്. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞാ. നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി. എനിക്ക് ഭയങ്കര നല്ല രസമുണ്ട് കേട്ടോ ഇത്. കുഞ്ഞാ ഇത് എന്റെ മുട്ടായി. മുട്ടായി ഒക്കെ ഇട്. ആഹാ അത് ശരി. അപ്പൊ ഇങ്ങനെ കാണിച്ചേ. ഞാനൊരു ഗിഫ്റ്റ് ഒക്കെ തരാൻ നിങ്ങൾക്ക് അറിയാല്ലേ. നോക്കട്ടെ കുഞ്ഞാ. അച്ഛായി അമ്മച്ചി എത്ര ഉമ്മ തന്നിപ്പോ എനിക്ക്. ഇത് കുഞ്ഞാക്കുള്ളത് അതേണ്ടെന്ന് നോക്കിയേ. ഹായ് നീ ഇന്നാളി ചോദിച്ച ഡയറി മിൽക്ക്. ഇന്ന് ഒത്തിരി മുട്ടായി ഉണ്ടല്ലോ നക്ഷത്രക്ക്. അതൊന്ന് പിടി നോക്കട്ടെ. ഹായ് ഇതെന്റെ ഇത് കുഞ്ഞാവിടെ ഫോട്ടോ. അടിപൊളി. നമുക്കിത് സൂക്ഷിച്ചു വെച്ചേക്കല്ലേ. നമുക്കിനി കുറച്ചേരം സൈക്കിളിന്റെ പുറകെ പോകാം. ഇത് അച്ഛന്ന് പറയാം. അച്ഛ തുറന്നു നോക്കാൻ പറ. ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചേ. ടീഷർട്ട് എന്താ മുഖം ഒരു വല്ല ഇരിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് പറ. എന്തെങ്കിലും പറയട്ടെ ചെയ്യുമ്പോ. ഇഷ്ടപ്പെട്ടോ? കൊള്ളാവോ? അതിലേതാ? അങ്ങോട്ട് നീങ്ങുന്നില്ല. ഇതിലേതാ ഇഷ്ടപ്പെട്ടെ? ഇത് രണ്ടും ഇല്ലാത്ത കളറില്ലയോ? ഗ്രീനും ഇല്ല റെഡും ഇല്ല. അതുകൊണ്ട് അത് രണ്ടും വാങ്ങിച്ചത്. ജയമു ഇപ്പം കുറച്ച് നാളുകൊണ്ട് ടീഷർട്ടാണ് ഇടുന്നത്. ഷർട്ടൊന്നും ഇടത്തില്ല. ഇപ്പൊ ഷർട്ടൊക്കെ ഉണ്ട്. അത് വീട്ടിലൊക്കെ ഇട്ടങ്ങ് ആക്കോ. ഇപ്പൊ ടീഷർട്ട് ഇടുന്നത്. അതുകൊണ്ട് ഞാൻ 2 ടീഷർട്ട് വാങ്ങിച്ചത്. ഇഷ്ടപ്പെട്ട്. അത് രണ്ടും ഇല്ലാത്ത ഇപ്പം ഒട്ടുമിക്ക കളറും ഉണ്ട് ടീഷർട്ടിന്റെ. അപ്പം ഇപ്പൊ ഇത് രണ്ടും ഇല്ലാത്ത കളർ. അത് രണ്ടും വാങ്ങിച്ചത്. പിന്നെ ഇവിടെ വലിയച്ഛന് ഇന്നലെ 1 വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ എത്ര 4 ആയി. അത് പുറകിൽ ഒരാൾക്ക് ഇരിക്കാനുള്ളത്. നമുക്കിത് കൊണ്ട് മുറ്റത്ത് പോയൊന്ന് ചവിട്ടിയിട്ട് വരാം. ഇഷ്ടപ്പെട്ടോ? നമുക്ക് ഇത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇപ്പഴേ വേണ്ട. ആവശ്യക്ക് കൊണ്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. തുണിയാ. ചുരിദാറോ? ഹായ് അടിപൊളി കളറ്. ഹായ് എത്ര അളവ്? എനിക്ക് തയ്ച്ചാലല്ലോ ഇടാനൊക്കെ. എത്ര അളവ്? കൊള്ളാവോ? ചുരിദാർ എന്നോട് പറഞ്ഞില്ല ദുഷ്ടൻ. നല്ല ഗിഫ്റ്റ് ആണോ? ഓ ഞാനതെപ്പോ പോയി മേടിച്ചെന്നറിയാവോ? ഞാൻ 2 ദിവസം മുന്നേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ബാങ്കിൽ പോകുന്ന കാര്യം. മറ്റേ ബാങ്കിൽ ATM കാർഡിന്റെ സംഭവത്തിന് അന്നേരം പോയപ്പോ ഞാൻ കയറി വാങ്ങിച്ചത്. നിങ്ങളതെപ്പോ വാങ്ങിച്ചു? മീഡിയം എനിക്ക് കറക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യണ്ട. നമുക്ക് അങ്ങോട്ട് പോകുമ്പോ ഇട്ടുണ്ടോ പോകാം. അമ്പലത്തിൽ വേറെ ഇല്ല. ഇഷ്ടപ്പെട്ട പറ്റുന്ന കാര്യമാണ്. പക്ഷെ അവർക്ക് ആ സൈക്കിള് പോലെ ഇത് വേണമെന്ന് കുറേ നാളുകൊണ്ട് വാശി പിടിക്കാം. ഹാൻഡിൽ നേരെ പിടിഞ്ഞു. ഇനിയിപ്പം അമ്പലത്തിലൊക്കെ പോകാൻ വിളിച്ചാൽ വരുമോ എന്നറിയത്തില്ല. അമ്പലത്തിൽ പോകണ്ടേ നമുക്ക്? പൂക്കാരിയാണോടി? പൂക്കാരിയാണോ നീ? അച്ചായിക്കും അമ്മയ്ക്കും ഹാപ്പി ആനിവേഴ്സറി പറഞ്ഞില്ലല്ലോ. ആനിവേഴ്സറി എല്ലാം പോയിട്ട് തിരിച്ചു വന്നു. അമ്പലത്തിൽ പോയ വഴിക്കാൻ ഞാൻ ഒരു കാര്യം ഓർത്തത്. ഒരു സാധനം കൂടി ഇവക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് എടുക്കാൻ മറന്നു. ഇവിടെ പാത്ത് വെച്ചത് കാരണം എവിടൊക്കെയാ കൊണ്ടുവന്ന് വെച്ചതെന്ന് ഓർമ്മയില്ല. അത് കാരണം ഞാൻ എടുത്ത് പാത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് എല്ലാം കൊടുത്തിട്ട് പോയി. പക്ഷെ അമ്പലത്തിൽ ചെന്ന് നിന്നപ്പോഴേ ഈ സാധനത്തിന്റെ കാര്യം എടുത്ത് നമുക്ക് അതുകൂടെ കൊടുക്കാം കേട്ടോ. വാ.
അമ്മച്ചി മറന്നു പോയി രാവിലെ തരാൻ. എന്താ ഇത്? വാച്ച്. അവളെ കണ്ടു എനിക്കൊരു ഉമ്മയൊക്കെ തടിയാൻ മറന്നുപോയി രാവിലെ കൊടുത്തിട്ട് പോകാൻ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പൈഡർമാന്റെ വാച്ച്. ഡ്രസ്സാ ചോദിച്ചത് സ്പൈഡർമാൻ. അത് എനിക്കിഷ്ടമല്ല. ഇവിടെ സ്പൈഡർമാന്റെ ഡ്രസ് ഇട്ടോണ്ട് നിൽക്കുന്നതെന്ന് ആലോചിച്ച് അതുകൊണ്ട് ഞാൻ വാച്ചിലാക്കി. ഇഷ്ടപ്പെട്ടോ? ഇതിനകത്തില് ഗെയിം കളിക്കുന്ന വാച്ചാട്ടോ. ഹായ്, കൊള്ളാമോ അച്ഛ? അമ്മച്ചി മേടിച്ചെന്ന വാച്ച് അതിനകത്ത് കാണില്ല, വീഡിയോയില് കണ്ട വാച്ച് കൊള്ളാമോ? നമ്മള് ഗിഫ്റ്റ് അൺബോക്സിങ് എല്ലാം കഴിഞ്ഞു. ജയമോൻ എനിക്കും തന്ന്, ഞാൻ ജയമോനും കൊടുത്ത്, ഞങ്ങളുടെ കുഞ്ഞാവയ്ക്ക് കൊടുത്ത്. അപ്പം ഗിഫ്റ്റിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവൾക്ക് സൈക്കിൾ ഇഷ്ടപ്പെട്ടു. അവൾക്ക് ഇഷ്ടപ്പെടും. എന്താന്ന് വെച്ചാൽ അവള് തന്നെ സെലക്ട് ചെയ്ത സൈക്കിളാണ് അത്. അപ്പൊ അവള് സെലക്ട് ചെയ്ത് വെച്ചപ്പോ ഞങ്ങൾ പറഞ്ഞ് ബർത്ത്ഡേക്ക് തരാം. അപ്പൊ ബർത്ത്ഡേ എന്നാന്നൊന്നും കക്ഷിക്ക് അറിയത്തില്ലല്ലോ. ബർത്ത്ഡേക്ക് തരാമെന്നും പറഞ്ഞ് വെച്ചിരുന്നത്. മെനങ്ങാന്ന് കൊണ്ടുവന്ന് 3 ദിവസം ഇത് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ കട്ടിലിന്റെ കീഴിൽ വെച്ചേക്കുവായിരുന്നേ. കട്ടിലിന്റെ അടിയിൽ ഇവിടെ അങ്ങനെ എപ്പോഴും എത്തി നോക്കത്തില്ലല്ലോ എന്ന് ചോദിച്ച് കട്ടിലിന്റെ അടിയിൽ വെച്ചേക്കുമായിരുന്നു. ഇന്നലെ ചെന്ന് നോക്കിയപ്പോ പറഞ്ഞു, അച്ഛാ അമ്മ എന്റെ സൈക്കിൾ എടുത്തതാന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു സൈക്കിൾ അല്ല, അത് ബോക്സിനകത്തിലിരിക്കുമല്ലോ, സൈക്കിൾ അല്ല അച്ഛാ, ജിം എടുക്കുന്ന ഡംബൽസ് വാങ്ങിച്ചതാ, പുതിയ ഡംബൽസ് വാങ്ങിച്ചതായിരിക്കുന്നത്, സൈക്കിൾ അല്ലെന്ന് പറഞ്ഞ് ഇന്നലെ ഞങ്ങള് ഇവളെ വിളിച്ചോണ്ട് റോഡിലൊക്കെ പോയിട്ട് പറഞ്ഞു നമുക്ക് 1-2 കടയിൽ കയറി സൈക്കിൾ നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് പോയി. രഹസ്യമായിട്ട് അവർക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി. പക്ഷെ പോയി നോക്കിയിട്ട് ഞാൻ പറഞ്ഞു സൈക്കിളൊന്നും കിട്ടിയില്ല, നമുക്കിനി നാളെ പോയി നോക്കാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് തിരിച്ചു വന്നു. ചെറുതായിട്ട് കക്ഷിക്ക് മനസ്സിലായെങ്കിലും ഞങ്ങളത് വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് ഇട്ട് മറിച്ചങ്ങ് വിട്ട്. എങ്കിലും അവർക്ക് അറിയായിരുന്ന സൈക്കിൾ ഉണ്ടെന്നുള്ളത്. അപ്പൊ ഇനി ഞങ്ങൾക്ക് ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ അമ്പലത്തിൽ പോകണം. പിന്നെ ഓരോ ഇങ്ങനെ നമ്മൾ പരിപാടി ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈകുന്നേരത്തേക്ക് ഫുൾ ഇന്ന് അവളുടെ കൂടെ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്ത് അവൾക്ക് എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ അവിടെയും പോയി അങ്ങനെ ഫുൾ ഇന്നത്തെ ദിവസം മൊത്തം അവിടെ കൂടെ സ്പെൻഡ് ചെയ്യാനാണ് ഞങ്ങളുടെ തീരുമാനം. അപ്പം അമ്പലത്തിൽ പോകണം, രാവിലെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരണം, രാവിലത്തെ ഫുഡ് കഴിക്കണം. പിന്നെ ബാക്കി അന്നേരം ഉള്ള വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുക. ഇത് വേറെ വീഡിയോയും അത് വേറെ വീഡിയോ ആയിട്ടായിരിക്കും. അപ്പൊ 2 വീഡിയോ എല്ലാവരും കാണണം. എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കൂട്ടത്തിൽ ബെല്ലൈക്കൻ കൊടുക്കണം. പിന്നെ ആസ് യൂഷ്വൽ എല്ലാം എപ്പോഴും എല്ലാവർക്കും അറിയാമല്ലോ, ചാനൽ കാണുന്നവർക്കെല്ലാം അറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ അതെല്ലാം ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇനിയിപ്പം ഈ മാസം മുതൽ ഞാൻ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഗീവ് അവേക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളും പരിപാടികളും ഒന്നുമില്ല. ഗീവ് അവേക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ. എനിക്കിപ്പം ഒരുപാട് പൈസയൊന്നും വരുമാനമൊന്നും ഇതിന് കിട്ടുന്നില്ലെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അപ്പൊ എനിക്ക് കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ നിന്ന്, കുഞ്ഞു വരുമാനത്തിൽ നിന്ന് എനിക്ക് പറ്റുന്നത് എല്ലാ മാസവും നിങ്ങൾക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്, അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് കുഞ്ഞു സർപ്രൈസുകൾ തരാനാണ്, ഇതുപോലത്തെ സർപ്രൈസുകൾ തരാനാണ് എൻ്റെ തീരുമാനം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എല്ലാവരും പറയുന്ന പോലെ തന്നെ എന്റെ സബ്സ്ക്രൈബർ ആയിരിക്കണം, കമന്റ് ഇട്ടിരിക്കണം. അപ്പൊ എന്റെ കമന്റിനകത്ത് നിന്ന് ഒരാളെയാണ് ഞാൻ സ്ഥിരം, അതായത് ഒരു 10 ദിവസത്തെ കമന്റിനകത്ത് നിന്ന് ഒരാളെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ എന്റെ സബ്സ്ക്രൈബറും ആയിരിക്കണം, എനിക്ക് ഡെയിലി കമന്റ് ഇടുന്ന ഒരാളും ആയിരിക്കണം. അത്ര മാത്രം ചെയ്താൽ മതി, നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. അപ്പം എന്റെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്തു. അപ്പം ഇന്ന് നമുക്കിനി അടുത്ത വീഡിയോ 2ാം സെക്കൻഡ് പാർട്ടായിട്ട് എടുക്കാം. അപ്പൊ ഇതിന്റെ സർപ്രൈസ് വീഡിയോ ഇത്രയേ ഉള്ളൂ. Tata baby, see you.